അനുസരണശീലമില്ലാത്ത എറണാകുളത്തെ വിമത വൈദികർ ചെയ്തു കൂട്ടിയ സഭാവിരുദ്ധതകളും തെറ്റുകളും തിരുത്തി ഇനിയെങ്കിലും സഭയോടൊപ്പം സഭ പറയുന്ന ഏകീകൃത കുർബാന ചൊല്ലി വിശ്വാസികളെ നേർവഴിക്ക് നയിക്കുവാൻ ശ്രമിക്കണം. നിങ്ങളൊന്നും ചെയ്തു കൂട്ടിയ പാപങ്ങൾ വിശ്വാസികൾക്ക് എളുപ്പം പൊറുക്കാനാകില്ല എങ്കിലും കാലക്രമേണ അതൊക്കെ മറക്കും. സഭാതലവന്മാരായ കർദിനാളുമാരെ അടിവയറ്റിൽ ചവിട്ടി തങ്ങളുടെ വരുതിക്ക് നിർത്താൻ ശ്രമിച്ച നിങ്ങൾ സഭാതലവന്മാരുടെ ശാപം പേറിയ ജന്മങ്ങളാണ് എന്ന് പറയുവാൻ വിശ്വാസികൾക്ക് ഒരു മടിയുമില്ല. എല്ലാ സഭാതലവന്മാരെയും ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്തി സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന നിങ്ങൾ സാത്താനെയാണ് സേവിക്കുന്നത്. പള്ളികളിലെ സ്വർണവും വരുമാനവും മോഷ്ടിക്കുന്ന നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ വിശ്വാസികളുള്ളത്. പള്ളികളിൽ ഓടിച്ചു നടത്താൻ സഭാതലവനായ കർദിനാൾ തുനിഞ്ഞപ്പോൾ ഭൂമി വിൽപ്പനയിൽ കെണിയൊരുക്കി കുടുക്കി ഭൂമി കുംഭകോണം എന്ന് അധിക്ഷേപിച്ച് അപമാനിച്ചു. അത് പൊളിയുമെന്നായപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കി ഒരു വിവരം കെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം തെളിച്ചു. എന്നിട്ടും ഒരു പാപബോധവുമില്ലാതെ മദ്യപിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുറെ കന്യാസ്ത്രീകളെ മറ്റൊരു സഭയിലെ ബിഷപ്പിനെതിരായി ചന്തയിൽ പുരുഷന്മാരുടെ നടുവിൽ സമരം എന്ന് പറഞ്ഞ് മറ്റേ പെണ്ണുങ്ങളെ പോലെ കൊണ്ടിരുത്തി കോലാഹലം ഉണ്ടാക്കി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലും പാട്ടുപിരിവും നടത്തി. മാവോയിസ്റ്റുകളെ കൊണ്ട് POCയിലേക്ക് ഭീഷണി കത്തയപ്പിച്ചു. സഭാതലവനായ കർദിനാളിനെയും ചില വൈദികരെയും ഫോണിൽ വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത് വിവാദമാക്കി കെണിയിൽപ്പെടുത്താനുള്ള ശ്രമം നടത്തി. വികാരിയായ വൈദികൻ സർക്കുലർ വായിക്കുന്നത് തടയാൻ ആലുവയിൽ വിവരം കെട്ട ഒരുത്തനെ ജിഹാദികളുടെ സംരക്ഷണത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അൾത്താരയിൽ കയറ്റി മൈക്ക് വലിച്ചെറിഞ്ഞു. കട്ടിൽ സമരം എന്നുള്ള പേരിൽ പൂമാലയിട്ട് കട്ടിലിൽ പുതപ്പ് പോതിച്ച് കിടന്ന് ചുറ്റും മൃതദേഹത്തിനരികിൽ ഇരിക്കുന്ന പോലെ കുറെ വൈദികരെയും ഇരുത്തി ആരും കാണാതെ പഴം പോയി മുട്ട പൊഴുങ്ങിയത് തിന്ന് 2-3 ദിവസം സമര നാടകം നടത്തി. പിന്നെ പല വൈദികരുടെയും അരമന രഹസ്യങ്ങൾ അങ്ങാടി പാട്ടാക്കുമെന്ന് ആരോ ഭീഷണിപ്പെടുത്തിയപ്പോൾ പുതപ്പും പൊതിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. സഭയുടെ ഔദ്യോഗിക സർക്കുലറുകൾ അൽമായ മുന്നേറ്റം നിരീശ്വരവാദി സംഘത്തെ കൊണ്ട് കത്തിച്ച് കുപ്പത്തൊട്ടിയിൽ ഇടിവിച്ചു. സഭാതലവന്റെയും പൗരസ്ത്യ തിരുസംഘ തലവന്റെയും കോലം കത്തിച്ചു. കൂടെ ലോഹ കത്തിക്കലും പെട്രോൾ അമ്മായിയുടെ സഹായത്തോടെ നടത്തി. പോക്സോ കേസിൽ ചിലർ പ്രതികളായി. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്ന വിശ്വാസികളെ ആക്രമിക്കാൻ വടിവാളും കമ്പിപ്പാരയുമായി കുന്തംകുളത്ത് നിന്ന് കാക്കാഗുണ്ടകളെ ടെമ്പോ ട്രാവലറിൽ എത്തിച്ചു. ബസിലിക്ക പള്ളിയുടെ അകത്തും അങ്കണത്തിലും മദ്യപാനവും തീറ്റയും നടത്തി. മെത്രാനെ അകത്ത് കയറ്റാതെ ഗേറ്റ് അടച്ചിട്ട കൊച്ചച്ഛന്റെ കുർബാന അർപ്പണവും കാക്കമാരുടെ കൂക്കുവിളിയും നടത്തി. ബസിലിക്കയിൽ കൂദാശ ചെയ്ത തിരുവോസ്തി വെച്ച് 16 മണിക്കൂർ വായിൽ തോന്നിയത് ചൊല്ലി വിശുദ്ധ കുർബാനയെ അവഹേളിച്ചു. സാത്താന്റെ ആരാധന നടത്തി. വിശ്വാസികൾ ഇടപെട്ട് അത് അവസാനിപ്പിച്ചപ്പോൾ പദ്ധതികൾ പൊളിഞ്ഞതിന് പോലീസ് സ്റ്റേഷനിലേക്ക് ജാഥ നടത്തി. ബസിലിക്ക ദേവാലയങ്കണത്തിൽ സമരപന്തൽ കെട്ടി പാർട്ടി ഓഫീസ് പോലെയാക്കി. ദിവസം മുഴുവൻ അധിക്ഷേപ പ്രസംഗം നടത്തി. ബസിലിക്കയിലേക്ക് മാർപ്പാപ്പയുടെ പ്രതിനിധി ദിവ്യകാരുണ്യവുമായി വന്നപ്പോൾ കൊന്ത ചൊല്ലിയതിനു ശേഷം തെറിയഭിഷേകം, കയ്യാങ്കളി, കുപ്പിയേറ് നടത്തി. മാർപ്പാപ്പയെ പോലും അവഹേളിക്കൽ. മാർപ്പാപ്പയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവഹേളിക്കൽ നടത്തി. ബിഷപ്പുമാർ വെഞ്ചരിക്കേണ്ട പള്ളികൾ ബിഷപ്പുമാരെ വിളിക്കാതെ ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് സ്വന്തമായി വെഞ്ചരിച്ചു. സഭാതലവനായ കർദിനാളിനെ തടയൽ, ആക്രമിക്കൽ, മരണവീട്ടിൽ പോലും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തു. മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് കേസായി. ജിഹാദികളും മാവോയിസ്റ്റുകളുമായി അവിശുദ്ധ കൂട്ടുകെട്ട്. സുഡാപ്പികളുടെ സമ്മേളനത്തിൽ ഒരു സ്ഥിരം സാന്നിധ്യം. സത്യദീപം എന്നു പേരുള്ള പത്രത്തിലൂടെ അസത്യ പ്രചാരണം. വാഴ വെക്കാൻ 12 ലക്ഷം അടിച്ചു മാറ്റി. കൊരട്ടിപ്പള്ളിയിലെ കിലോ കണക്കിന് സ്വർണ്ണ പന്തങ്ങൾ അടിച്ചു മാറ്റി. നേർച്ചപ്പെട്ടി കാലിയാക്കി. അരമന അതിക്രമിച്ചു കടന്ന് പോലീസുകാരിയെ തുണിമുക്കി കാണിച്ചു. ഒടിയാത്ത കൈ പ്ലാസ്റ്റർ ഇട്ട് ഒടിഞ്ഞതുപോലെ അഭിനയിച്ചു. പിന്നെ പോലീസ് കേസ് പ്രമാണിച്ച് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി. കക്കൂസിന് മുൻപിൽ കാക്ക കഷ്ടിച്ച മേശയിൽ തോന്നിയ വസ്ത്രം ധരിച്ച് ഇല്ലിസിറ്റ് ബലിയർപ്പണം നടത്തി. സമരം ചെയ്യാൻ അരമനയിൽ അതിക്രമിച്ചു കയറി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി മൂക്കുമുട്ട തിന്നു. കൂദാശ വിലക്ക് ലംഘിച്ച് കൂദാശകൾ പരികർമ്മം ചെയ്യലും കുമ്പസരിപ്പിക്കലും അസാധുവായ കുറികൊടുക്കലും നടത്തി. സഭയെ അനുസരിക്കുന്ന വൈദികരെ ഭീഷണിപ്പെടുത്തലും അവഹേളിക്കലും കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കലും ഒരു സ്ഥിരം തൊഴിലാക്കി. അസുരനായ മാവേലിയെ ദേവാലയത്തിനകത്ത് കുടിയിരുത്തി. വിശുദ്ധ കുർബാന തടയാൻ പിശാചിന്റെ സൈന്യത്തെ രൂപപ്പെടുത്തി. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. പെണ്ണുങ്ങളെ അൾത്താരയിൽ കയറ്റിയിരുത്തി ചായ കുടി മത്സരം നടത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വന്ധ്യവയോധികനായ പുരോഹിതനെ ഗുണ്ടകളെ ഫോൺ ചെയ്ത് വരുത്തി കാസ തട്ടി തെറിപ്പിച്ചു. അടിച്ചു വീഴ്ത്തി ചവിട്ടിക്കൂട്ടി. തടയാൻ ചെന്നവരെ പെണ്ണുകസിപ്പെടുത്തി. ഇനിയും അവരുടെ വേറിട്ട വഴിയിലൂടെയുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
കൂട്ടിന് പുതിയ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പുതിയ കൂരിയ വൈദികരും നാണയമാറ്റക്കാരായ ചില സിനഡ് മെത്രാന്മാരുമുണ്ട്. അമൂല്യമായ മുത്തു ചവിട്ടി മെതിക്കുന്ന പന്നിയെ പോലെ വില കൊടുക്കാതെ കിട്ടിയ പൗരോഹിത്യം വില വെക്കാതെ ചവിട്ടി മെതിക്കുന്നവനായി തീർന്ന നിങ്ങളുടെ ഈ കൊള്ളരുതായ്മകൾ അത്ര വേഗം വിശ്വാസികൾക്ക് മറക്കാൻ സാധിക്കുകയില്ല.